ഹായ് മച്ചാന്മാരെ, ട്രിവാൻഡ്രം മിഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്നല്ലേ? നമ്മുടെ കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കോടി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഐലൻഡിലേക്കാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, അനിയത്തിയുടെ ഫാമിലിയും അതുപോയിട്ട് അമ്മയും എല്ലാം നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. നമ്മളൊരു 3 മണിയോടെയാണ് അവിടെ എത്തിയത്. വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന വേണ്ട. എത്ര വണ്ടിയാണ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം അവിടെയുണ്ട്, കണ്ടോ? എത്ര വണ്ടിയാണ് നമുക്കിടാം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അടുത്ത് നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടൈമിംഗ് വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ മാത്രമേ അവർ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കുഞ്ഞു കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഫ്രീ ആണ്. മച്ചാന്മാരെ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പാർക്കൊക്കെ ഉണ്ട്. വലിയവർക്ക് 15 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ചാർജ് വരുന്നത്. കുറച്ച് നേരമൊക്കെ പാർക്കിലേക്ക് കയറി കളിക്കണമെന്നുള്ളവർക്ക് കളിക്കാം. അത്യാവശ്യം കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട് കേട്ടോ. ഞങ്ങൾ പോയത് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. നമ്മൾ നോക്കിയപ്പോൾ ബോട്ടൊന്നുമില്ല. ഇനി ആ ബോട്ട് പോയിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ നമുക്കും പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. മച്ചാന്മാരെ, അങ്ങനെ ബോട്ടൊക്കെ വന്നു. 7-8 പേർക്ക് പോകാനുള്ള രീതിയിലുള്ള ബോട്ടാണ് അവിടെ ഉള്ളത്. ചെറിയ ബോട്ട് മാത്രമല്ല, വലിയ ബോട്ടും അവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും. ഓൺലൈൻ വഴി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നമ്മളതാ പോയപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു, ഇപ്പോൾ നല്ല തിരക്കായി. അങ്ങനെ നമ്മളെല്ലാവരും ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. 7-8 പേര് ആയാൽ മാത്രമേ അവർ ബോട്ടും അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. അങ്ങനെ നമ്മളത് ബോട്ടിലൊക്കെ കയറി യാത്ര അങ്ങോട്ട് തിരിച്ചു. ഒരു രക്ഷയില്ല ഗൈസ്. ആ സമയം ഒരു 3 മണി ആ സമയത്തൊക്കെ ഒരു നല്ല ചൂടാണ്. പക്ഷേ നമ്മൾ ആ ബോട്ടിൽ കയറി അങ്ങോട്ട് യാത്ര തിരിച്ചാൽ പിന്നെ എത്ര വെയിലാണെങ്കിലും നമുക്ക് ആ ചൂട് ഫീൽ ചെയ്യത്തില്ല. അമ്മാതിരി കാറ്റാണ്. മച്ചാന്മാരെ, അങ്ങോട്ട് യാത്ര തിരിക്കാൻ വേണ്ടി കയറിയ സമയത്തൊക്കെ മാളൂട്ടി ചെയ്തോട്ടിനൊക്കെ നല്ല പേടിയായിരുന്നു. അതുപോലെ കുഞ്ഞുമണിക്ക് നല്ല പേടിയായിരുന്നു. ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നിലേക്ക് പോയി തുടങ്ങിയപ്പോൾ പിന്നെ എല്ലാവർക്കും പേടിയൊക്കെ മാറി. എല്ലാവരും നല്ല ഹാപ്പിയായി. പിന്നെ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ടതില്ല. പോകുന്ന എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് ഇട്ട് മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകത്തുള്ളൂ. മച്ചാന്മാരെ, എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം തന്നെയായിരിക്കും. ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ മൊത്തം 3 ടെർമിനലാണ് ഉള്ളത്. നമ്മൾ വന്ന സ്ഥലമെന്ന് വെച്ചാൽ 2ാമത്തെ ടെർമിനലാണ്. 1ഉം 3ഉം ടെർമിനലിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ 2ാമത്തെ ടെർമിനലിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ടിൽ മാത്രമേ നമുക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ 2ാമത്തെ ടെർമിനലിൽ നിന്നും നമ്മുടെ സാമ്പ്രാണിക്കോടിയിലേക്ക് ഏകദേശം 15 മിനിറ്റോളം യാത്രയുണ്ട്. പക്ഷേ 1ഉം 3ഉം ടെർമിനലിൻ്റെ തൊട്ടടുത്താണ് ഈ ഐലൻഡ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതുവഴി എപ്പോഴും ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ഏത് ബോട്ടിൽ വേണോ നമുക്ക് തിരിച്ചു പോകാൻ കഴിയും. നമ്മൾ ഈ 2ാമത്തെ ടെർമിനലിലുള്ള ബോട്ടിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് 1 മണിക്കൂർ സമയം മാത്രമേ അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവർ ഇത്ര സമയം പറയും. ഇപ്പോൾ നമ്മൾ 1 മണിക്കാണ് അവിടെ എത്തുന്നതെങ്കിൽ 2 മണിക്ക് തിരിച്ചു വരാൻ വേണ്ടി റെഡിയായി നിൽക്കാൻ പറയും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ 1ഉം 3ഉം ടെർമിനലിൽ വരാൻ നോക്കുക. മച്ചാന്മാരെ, ഈ ടിക്കറ്റിൻ്റെ ചാർജിനൊന്നും വേറെ വ്യത്യാസമില്ല. 3 ടെർമിനലിലും 150 രൂപ തന്നെയാണ് ചാർജ് വരുന്നത്. ഈ 2ാമത്തെ ടെർമിനലിൽ നമ്മൾ പോകുന്ന ബോട്ട് നമുക്ക് വേണ്ടിയാണ് അവരവിടെ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ തിരിച്ച് ഇത്രയും ദൂരം വീണ്ടും അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇന്ധന നഷ്ടം വരും. അതുകൊണ്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ 1ഉം 3ഉം ടെർമിനലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. എന്ന് വെച്ചാൽ അവിടെ എപ്പോഴും ബോട്ട് സർവീസ് ഉണ്ട്. നമുക്ക് ഏത് ബോട്ടിലാണോ തിരിച്ചു പോകാം. അങ്ങനെ നമ്മൾ ഒരു 15 മിനിറ്റത്തെ യാത്രയെ കഴിഞ്ഞു നമ്മൾ സാമ്പ്രാണിക്കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ചെന്നപ്പോൾ ബോട്ടൊന്നും നിർത്താനുള്ള സ്ഥലം പോലും ഇല്ല. നല്ല തിരക്കാണ് ഗൈസ്, കണ്ടോ? എൻ്റെ പൊന്നു മച്ചന്മാരെ, ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങി. മച്ചന്മാർ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല മഴയുള്ള സമയമായാലും നമ്മുടെ മുട്ടിന് താഴെ മാത്രമേ ഇവിടെ വെള്ളമുള്ളൂ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ. ആ കായലിൻ്റെ നടുക്ക് ഇത്രയും നല്ലൊരു ഐലൻഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഞാൻ തന്നെ അതാ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഈ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ടുകളുണ്ട്. വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സുകൾ കിട്ടും. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നല്ല അടിപൊളി കപ്പയും കല്ലുമ്മക്കായും കിട്ടും. ഒരു രക്ഷയിലായിരുന്നു ഗൈസ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ ഈ സാമ്പ്രാണിക്കോടി വന്നു കഴിഞ്ഞാലേ നമുക്കിവിടെ കുറേ കണ്ടൽക്കാടുകളുണ്ട്. ആ കണ്ടൽക്കാടുകൾ കാണാൻ വേണ്ടി ഇവരിവിടെ വള്ളത്തിൻ്റെ സർവീസ് ചെയ്യുന്നുണ്ട്. ആൾക്കൊന്നിന് 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്.
ഇതും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഏകദേശം 5 കിലോമീറ്റർ ദൂരമാണ് അരമണിക്കൂർ കൊണ്ട് ഇവർ ചുറ്റി കാണിച്ചു തരുന്നത്. മച്ചന്മാരെ, നമ്മുടെ സാമ്പ്രാണിക്കൊടിയിൽ നിന്ന് നല്ല ഉപ്പിലിട്ട മാങ്ങയെ കിട്ടി. അങ്ങനെ മാങ്ങയെ കഴിച്ചുകൊണ്ട് നമ്മളിതാ കണ്ടൽക്കാട് കാണാൻ വേണ്ടി വള്ളത്തിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. പോകുന്ന വഴിക്ക് തന്നെ കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് മനോഹര കാഴ്ചകളുണ്ട്. നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 74 കിലോമീറ്ററാണ് ഈ ഒരു സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള ദൂരം. കൊല്ലത്ത് നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ വെറും 28 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ വരുന്നവർക്കാണെങ്കിൽ ഒരുപാട് സെൽഫി പോയിന്റുകളും അതുപോലെ നല്ല ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വരുന്നവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഷൂട്ട് ചെയ്യുമ്പോഴായാലും അതുപോലെ സെൽഫി എടുക്കുമ്പോഴായാലും നമ്മുടെ മൊബൈലൊന്നും വെള്ളത്തിൽ പോകാതെ നമ്മൾ ശ്രദ്ധിക്കുക. മച്ചാന്മാരെ, നമ്മൾ പോകുന്ന വഴി തന്നെ കരിമീൻ കുഞ്ഞുങ്ങളില്ലേ, അത് വളർത്തുന്ന സ്ഥലമുണ്ട്. അതാ ഈ കാണുന്നതാണ് കരിമീൻ്റെ കുഞ്ഞുങ്ങൾ വളർത്തുന്ന സ്ഥലം. മച്ചാന്മാരെ, ഇനിയൊരു കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊന്നുമല്ല, ചെരുപ്പിടാതെയാണ് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലൊക്കെ മുറിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ കല്ലുമ്മക്കായുടെയൊക്കെ തോടില്ലേ, അതൊക്കെ കാലിൽ കൊണ്ടിട്ട് മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ചെരുപ്പ് ഉപയോഗിക്കുക. കൊച്ചു കുട്ടികളെയൊക്കെ വെള്ളത്തിൽ ഇറക്കുമ്പോൾ ചെരുപ്പിട്ട് ഇറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കാണുന്നതാണ് കണ്ടൽക്കാടുകൾ. നമ്മളത് അതിൻ്റെ അടുത്ത് ഏകദേശം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മളത് കണ്ടൽക്കാടിൻ്റെ അടുത്തുകൂടെയൊക്കെ യാത്ര ചെയ്യുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ്. മച്ചാന്മാരെ, ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാമ്പ്രാണിക്കൊടി ഐലൻഡ് ഇല്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്നിടത്ത് ഒരു ചെറിയ ഐലൻഡ് ഉണ്ട്. അവിടെ നമുക്ക് ഇറങ്ങാനും വെള്ളത്തിലൂടെ നടക്കാനൊക്കെ പറ്റും. ഇവിടെയും പേടിക്കേണ്ടതില്ല കേട്ടോ, വലിയ വെള്ളമൊന്നുമില്ല, മുട്ടിന് താഴെ മാത്രമേ വെള്ളമുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനും മോനും അതുപോലെ നമ്മുടെ ഫാമിലി എല്ലാവരും ഇറങ്ങി മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്തു. അവിടുത്തെ മനോഹര കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മളത് ആ വള്ളത്തിലോട്ട് കയറി സാമ്പ്രാണിക്കൊടിയിലേക്ക് പോവുകയാണ്. കുറച്ച് സമയം കൂടെയൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രണ്ടാമത്തെ ടെർമിനലാണ് വന്നതുകൊണ്ട് തന്നെ 1 മണിക്കൂർ സമയം മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ അങ്ങോട്ട് ചെല്ലാൻ ലേറ്റാവും തോറും അവരുടെ ഓരോ ട്രിപ്പാണ് ക്യാൻസലാകുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ നോക്കിയില്ല, നേരെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലേക്ക് വിട്ടു. എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തി. ചെന്നപ്പോൾ തന്നെ ആ ബോട്ടൊക്കെ പോകാൻ വേണ്ടി എല്ലാം റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയെല്ലാം കറങ്ങിയടിച്ച് കണ്ടു. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. മച്ചാന്മാരെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കണ്ടാലും നമുക്ക് മതിയും വരത്തില്ല, തിരിച്ചു പോകാനുള്ള മനസ്സ് തോന്നത്തില്ല. അമ്മാതിരി അടിപൊളി സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ കൊല്ലത്തേക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ സ്ഥലം മിസ് ചെയ്യരുത്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വരാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ ഒരു കിടിലൻ പ്ലേസ് തന്നെയാണ് നമ്മുടെ സാമ്പ്രാണിക്കൊടി. എൻ്റെ പൊന്നു മച്ചാന്മാരെ, ഇനി ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ്. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടുമായി കാണും വരെ ട്രിവാൻഡ്രം മിഷ സൈനിങ് ഓഫ്.